ഹലോ, വെൽക്കം ടു ദ ഓഫ് അങ്കുവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാട്ടോ. ഇന്ന് കുറച്ച് ദൂരെയുള്ള ട്രിപ്പാണ്. ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ആദ്യമായിട്ട് പോകുന്ന ട്രിപ്പാണ്, ദൂരേക്ക് പോകുന്നത്. നമുക്കപ്പോൾ മൂകാംബിക വരെ പോയാലോ? എല്ലാവരും വായോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മൂകാംബിക പോയത്. അവിടെ പോയിട്ട് എന്താ പറയുക, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടന്നു. നമ്മളവിടെ എന്തിനാണ് പോയെന്ന് വെച്ചാൽ, മോനെ തൊഴിക്കാനുണ്ടായിരുന്നു. മോളുടെ അരങ്ങേറ്റത്തിൻ്റെ ചിലങ്കയും അപ്പോൾ പൂജിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. എന്തായാലും പോകുന്നുണ്ട്. അപ്പോൾ ദേവയുടെ അടുത്തും പോയി ചിലങ്ക് പൂജിച്ച് പ്രാർത്ഥിച്ച് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയ ട്രിപ്പാട്ടോ. നമ്മൾ തുടക്കത്തിൽ പോകുന്ന ഇതൊന്നും എടുത്തിട്ടില്ല. നമ്മളവിടെ എത്താറാകുമ്പോൾ ആ ഭാഗം എത്തിയപ്പോൾ ഉള്ളതാണ് എടുത്തത്. ഞങ്ങൾ എപ്പോഴാണ് പോയത്? 10-ാം തീയതി, ജൂൺ 10-നാണ് പോയത്. 10-ന് പോയിട്ട് 11-ന് തിരിച്ചു വന്നു. നമ്മൾ 10-ാം തീയതി രാവിലെ ഒരു 4:45-5 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ അങ്ങനത്തെ അവിടുന്ന് തുടക്കം മുതലുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മൾ അവിടെ എത്താൻ പോകണമെന്ന് ഉള്ള ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാഴ്ചകളൊക്കെ കാണാം. ശരിക്കും എനിക്ക് ആദ്യം ഇത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ തോന്നി. അവിടെ എത്തിയ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല. ശരിക്കും കാണുമ്പോൾ അതുപോലെ ഇല്ലേ നമ്മുടെ നാട്ടിലത്തെ അതുപോലെ? കുറേ ഭാഗം അതുപോലെ ആയിരിക്കുന്നുണ്ട്. പിന്നെ കാടാണല്ലോ, അവിടേക്ക് കയറുന്ന കവാടം കഴിയുമ്പോൾ കാടാണ്. അത് അവിടെ ഉണ്ട് കേട്ടോ, അത് കാണിച്ചിട്ടുണ്ട് ഇതിൽ. എന്താ പറയുക, ആദ്യം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായിരുന്നു, ചില സ്ഥലങ്ങളിൽ മഴയൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എവിടെ നിന്നായിരുന്നു? കോഴിക്കോടാന്ന് തോന്നുന്നു. കോഴിക്കോട് ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ ലഞ്ച് മംഗലാപുരം ആ ഭാഗമെത്തി. ലഞ്ച് കഴിക്കുമ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 4:45 5 മണിയാകുമ്പോഴേക്കും അവിടെ എത്തി. 4:30 ആകുമ്പോഴേക്കും എത്തി തോന്നണം വൈകിട്ട്. നമ്മൾ പിന്നെയും ലേറ്റ് ആകുമെന്ന് വിചാരിച്ചു, പക്ഷേ റോഡൊക്കെ അടിപൊളിയായത് കാരണം പെട്ടെന്ന് തന്നെ എത്തി. ഇതിന് മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ, മൂകാംബികയിൽ തന്നെ. മോളെ എഴുത്തിനിരുത്തുമ്പോൾ അപ്പോൾ പോയതാണ്. അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ പോയപ്പോൾ ഒരുപാട് ലോങ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ക്ഷീണം പോലെ. കാരണം നേരത്തെ ഇതിനേക്കാളും മുന്നേ നമ്മൾ അവിടുന്ന് പുറപ്പെട്ടിട്ടും നമ്മൾ എത്തിയപ്പോൾ ലേറ്റായ പോലെ. എനിക്ക് ഇപ്രാവശ്യം പോയത് അങ്ങനെ തോന്നിയില്ല. അങ്ങനെ നല്ല ഭംഗിയുള്ള പ്ലേസാണ് കേട്ടോ. ഇനി അടുത്തത് കണ്ടോ, കാടിൻ്റെ ആ ഭാഗത്തിൽ കയറി കുറച്ച് ഭാഗമേ മറ്റേ പ്ലേസ് എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നിർത്തിയിട്ട് പിന്നെ വേറെ നല്ല ഭംഗിയുള്ള സ്ഥലം കാണുന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുത്താൽ അപ്പോഴാണ് വഴിയിൽ കുറേ കുരങ്ങന്മാർ. പിന്നെ ആ ഏരിയ ഒക്കെ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ എടുത്തു. കുട്ടികൾക്കൊക്കെ ഒരു രസം കാണുമ്പോൾ. അങ്ങനെ പിന്നെ നല്ല ഭംഗിയില്ലേ പ്ലേസ്. 2 സൈഡും യൂക്കാലിപ്റ്റ്, അതിൻ്റെ മരം ആട്ടോ, യൂക്കാലിയുടെ മരം 2 സൈഡും. നല്ല രസമില്ലേ ഇവിടുത്തെ റോഡൊക്കെ നല്ല ഭംഗി. നമ്മൾ ആ കാടിലോട്ട് കയറി തുടങ്ങി. അങ്ങനെ ഇപ്പം എല്ലാവരും കാഴ്ചകളൊക്കെ കാണും കേട്ടോ. ഞാൻ ഇനി പിന്നീട് അവിടെ എത്താറാകുമ്പോൾ സംസാരിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും കാഴ്ചകളൊക്കെ കാണും. നല്ല രസമാണ് കേട്ടോ. അവിടെ എത്തുന്നവരെയും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓരോ ഇതും എനിക്കിഷ്ടപ്പെട്ടു. ഇതേപോലെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് തിരുപ്പതി പോകുന്ന റോഡും അടിപൊളിയാണ്. അത് പിന്നെ 7 മലയുടെ മേലെയല്ലേ, കറക്റ്റായിട്ട് ആ 7 എണ്ണം ഇങ്ങനെ കറങ്ങി വരുന്നത് നല്ല രസമാണ്. അത് വേറൊരു ഫീൽ. തിരുപ്പതി, ഇത് മൂകാംബിക. നമ്മൾ ആ ഒരു സമയത്ത് പോയതാണ്, കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അവളെ എഴുത്തിനിരുത്തുമ്പോൾ പോയതാണ്. പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. ഇനി പോവാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കണം. അത് നമ്മൾ ഒരു ഐതിഹ്യം പോലെ കേട്ടിട്ടുണ്ട്. നമുക്ക് മൂകാംബിക പോകണമെങ്കിലും എന്താ പറയുക, അത് എന്താ പറയുക, വിശ്വാസമാണോ എന്താണെന്നറിയില്ല. നമുക്ക് ദേവി വിളിച്ചാലേ അവിടെ പോയി കാണാനും ഇതും തൊഴാനും ഒക്കെ ഉള്ള ഇതുണ്ടാവുള്ളൂ എന്നുള്ളത്. എന്തോ
ഇപ്രാവശ്യം നമുക്ക് ആ ഭാഗ്യം കിട്ടി, ഇനിയും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നല്ല രസമില്ലേ കാണാൻ 2 ഏരിയ. അയ്യോ, അത് ശരിക്കും വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഭംഗിയുണ്ടെന്ന് അറിയണില്ല, പക്ഷെ നേരിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മളാ കവാടം എത്തി, മൂകാംബിക കയറണതിൻ്റെ. കുറച്ച് എന്താ പറയുക, വീഡിയോ എടുക്കാനായിട്ട് നിർത്തി തന്നതാണ്. അങ്ങനെ നമ്മളെടുക്കാനായിട്ട് അതിൻ്റെ ഫുൾ വ്യൂ കിട്ടട്ടെ എന്ന് വിചാരിച്ച് പിന്നെ നമ്മളതിലൂടെ പാസ് ചെയ്തിട്ട് ഇനി അമ്പലത്തിലേക്ക് പോകാനായിട്ട് പോകും. നല്ല ഭംഗിയില്ലേ അവിടോട്ട് കിടന്നു. അപ്പോൾ അവിടെ കിടന്നപ്പോൾ തന്നെ ഒരു സന്തോഷം. ഇനിയിപ്പോൾ എത്താറായല്ലോ. നല്ല രസമുണ്ട്. ഞങ്ങൾ 4 മണിയാകുമ്പോൾ 4-4:30 എത്തുമെന്നാണ്. പിന്നെ അവിടെ റൂമൊക്കെ എടുത്ത് മോൻ്റെ മോളുടെയും മ്യൂസിക് ടീച്ചർ അവിടെ ഉണ്ട്. അത് അവരുള്ള കാരണം കേട്ടോ ഞങ്ങൾക്ക് അവിടെ പോയിട്ടും അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ ചേച്ചി തന്നെ എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ചേച്ചിയും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അവർ വർക്ക് ചെയ്യുന്ന മഠത്തിൽ തന്നെയാണ് നമ്മൾ റൂം എടുത്തതും കാര്യങ്ങൾ ചെയ്തതും എല്ലാത്തിനും ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരം തന്നെ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റി. അവിടെ പോയി പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലങ്കിയൊക്കെ പൂജിക്കാൻ സാധിച്ചു. എൻ്റെ അടുത്ത ദിവസം രാവിലെ നേരത്തെ പോയി തൊഴാനും കാര്യങ്ങളൊക്കെ പറ്റി. അപ്പോൾ അന്നത്തെ ദിവസം പോയപ്പോൾ ചേച്ചി അവിടെയൊക്കെ വെച്ച് കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്നതല്ല, അപ്പോൾ അവിടെ വെച്ചിട്ട് പാടാനും സാധിച്ചു. അവരുടെ ടീച്ചറുടെ കൂടെ തന്നെ 2 കുട്ടികൾക്കും പാടാനും സാധിച്ചു. അതേപോലെ തന്നെ ചിലങ്ക പൂജിച്ച് കിട്ടിയപ്പോൾ നമ്മൾ ആ സരസ്വതി മണ്ഡപത്തിൽ മോൾക്ക് ഡാൻസ് ചെയ്യാനും പറ്റി. അങ്ങനെ നമ്മൾ മലയൊക്കെ കയറി അവിടെ വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മഠത്തിലേക്ക് പോകണ വഴി ഒരിക്കൽ പോയിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ അവിടെ തന്നെ താമസിച്ചു, പക്ഷെ മറന്നു. പിന്നെ ഏട്ടനെ വിളിച്ച് ചോദിച്ച് കൺഫേം ആക്കി പിന്നെ പോയി. നമ്മൾ ആ ഭാഗത്ത് അപ്പോൾ എടുത്തില്ല കേട്ടോ, വീഡിയോ ആ ഭാഗത്ത് എടുത്തില്ല. നമുക്ക് വഴിയുടെ ഒരു പ്രശ്നമുള്ള കാരണം നമ്മൾ ആ ഒരു ടെൻഷനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മേലെ അവിടെ എത്തി. ഇപ്പോൾ ഇനിയുള്ള ഭാഗം ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം കേട്ടോ, അല്ലെങ്കിൽ വലിയ ലോങ് വീഡിയോ ആയിപ്പോവും. അപ്പോൾ അതുവരയ്ക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.